ഹലോ, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. പാലക്കിൻ്റെ ഒരു റെസിപ്പിയാണ്. പാലക്ക് ചിക്കൻ, പാലക്ക് പനീറൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഗ്ഗ് വെച്ചിട്ട് പാലക്ക് എങ്ങനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു 3 എഗ്ഗാണ് എടുത്തത്. 4 എടുക്കുകയാണ് കുറച്ചും കൂടി കട്ടിയായിട്ട് 4 എടുക്കുന്നത് നല്ലത്. അപ്പോൾ എഗ്ഗെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായി മിക്സാക്കി എടുക്കണം. എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കേക്ക് ടിന്നിലോട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബ്രഷും കൊണ്ടൊന്ന് ഫുള്ള് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രമോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആവിയിൽ വേവിക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ആവി പാത്രം വെക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിനെ ഒരു മൂടി വെച്ച് അടച്ചു വെക്കണം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഫുള്ളായിട്ടൊരു ലിഡ് വെച്ച് കവർ ചെയ്യാം. ഇനി നമുക്ക് ഒരു കുറച്ച് നേരം ഇത് അടന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയും ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാലക്കൊന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഓഫാക്കാം. ഇത് നമുക്ക് മാറ്റിയിട്ട് ഒരു മിക്സിയും ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലൊരു പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൂടി മാറ്റിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഇന്ന് കുറച്ച് 4 എഗ്ഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം, എന്നാലാണ് ശരിക്കും പൊന്തി വരുള്ളൂ. ഇത് നമുക്കിങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിനകത്തേക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതിനകത്ത് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരട്ടെ. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂണ് പെരുംജീരകപ്പൊടിയും ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, കുരുമുളക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു പച്ചമണം മാറുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാലക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതരച്ച മിക്സി ജാറിൽ വെള്ളം ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നന്നായി വറ്റി കുറുകി വരുന്നേരം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലക്ക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.